പാവങ്ങളോട് ഏറ്റവും കാരുണ്യമുള്ള ഒരു മാർപ്പാപ്പയാണ് നമുക്ക് ഉള്ളത്. അദ്ദേഹം രോഗബാധിതനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ രോഗനിലയിൽ ആശ്വാസകരമായ കുറവ് അനുഭവപ്പെടുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത വത്തിക്കാനിൽ നിന്ന് വരുന്ന നിമിഷത്തിലാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. സാമൂഹിക നീതിക്കായും ലോകസമാധാനത്തിനുമുള്ള ഉറച്ച നിലപാട് കൊണ്ട് ആരുടെയും ആദരം പിടിച്ചുപറ്റിയ ആളാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ. കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം രോഗശൈലിയിലാണ്. 2015 ഫിലിപ്പൈൻ സന്ദർശനത്തിനിടെ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു പരിപാടിക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ സമയം കണ്ടെത്തി. തെരുവ് കുട്ടികളുടെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന് ആരോ ഒരാൾ മാർപ്പാപ്പയോട് പറഞ്ഞു. ഇത് കേട്ട പാടെ മാർപ്പാപ്പ തന്റെ മറ്റു പരിപാടികൾ മാറ്റിവെച്ചു. തെരുവ് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സ്ഥാപനം സന്ദർശിക്കാൻ അദ്ദേഹം അപ്രതീക്ഷിതമായി തീരുമാനിക്കുകയായിരുന്നു. സാധാരണ ഇത്തരം ആളുകളുടെ സന്ദർശന പരിപാടികളിൽ മാറ്റമുണ്ടാകുന്നത് സാധാരണമല്ല. ആ കുട്ടികൾക്കൊപ്പം ഇരുന്ന് മാർപ്പാപ്പ ഭക്ഷണം കഴിച്ചു. അവർക്ക് അനുഗ്രഹങ്ങൾ വാരി കോരി ചൊരിഞ്ഞു. മാർപ്പാപ്പ മടങ്ങുമ്പോൾ കുട്ടികൾക്ക് സംതൃപ്തി എന്നല്ല, നമുക്ക് സന്തോഷത്തിന്റെ പാരമ്യത്തിൽ അവരെത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാർപ്പാപ്പയുടെ ഈ പ്രവൃത്തി ആ സ്ഥാപനത്തിന് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായം പ്രവഹിക്കാൻ തുടങ്ങി. കാര്യം മാർപ്പാപ്പ സന്ദർശിച്ച സ്ഥാപനം എന്ന് മാത്രമല്ല, മാർപ്പാപ്പയുടെ അനുഗ്രഹം കിട്ടിയ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നത് ദൈവകാരുണ്യം ലഭിക്കാൻ വഴിയാകുമെന്ന് പോലും കരുതിയ ആളുകളുണ്ടാകും. അധികാരമോ പദവിയോ അല്ല, ദരിദ്രരെയും വേദനിക്കുന്നവരെയും സേവിക്കാനുള്ള സന്നദ്ധതയാണ് ഒരു മഹാത്മാവിന്റെ ലക്ഷണം എന്ന് നമ്മൾ കരുതണം. മഹത്വത്തിന്റെ വഴിയും അത് തന്നെയാണ്. മാർപ്പാപ്പ നൽകുന്ന സന്ദേശം അതായിരുന്നു. അദ്ദേഹം വളരെ വേഗം സുഖം പ്രാപിക്കട്ടെ. അപ്രതീക്ഷിതമായ പ്രവചനാതീതമായ തീരുമാനങ്ങളിലൂടെ ലോകത്തിലെ വിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്ത സമൂഹത്തിനുമൊക്കെ തന്നെ മാർഗദർശിയാണ് അദ്ദേഹം. ഒരു മോഡലാണ് അദ്ദേഹം. ഒരുപക്ഷെ ഈ വത്തിക്കാനിൽ നിന്ന് വരുന്ന പല തീരുമാനങ്ങളും എല്ലാ ജാതിമത ചിന്തകൾക്കും അപ്പുറമായി അവിടെ നിന്ന് വരുന്ന തീരുമാനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളെയും മുന്നോട്ട് നയിക്കാനുള്ള പ്രകാശമായി നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിക്കണമെന്നാണ് ഓരോ ജനവും ആഗ്രഹിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു.